പാർട്ട് 3 റൈറ്റിംഗ് കോമ്പോസിഷൻ ആണ്. കോമ്പോസിഷൻ മീൻസ് എന്താണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്? കോമ്പോസിഷൻ എന്ന് പറയുന്നത് അറേഞ്ചിങ് ഓഫ് എലമെന്റ്സ് ടു ക്രിയേറ്റ് കൊഹസീവ് മീനിങ് ഹോൾ ബോഡി അല്ലെങ്കിൽ ഹോൾ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ കമ്പോസിഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ പിന്നെ എസ്സേകൾ, പാരഗ്രാഫുകൾ, പിന്നെ കോട്ട്സ്, ഇതൊക്കെ എന്തിൽ പെടും? ഈ കമ്പോസിഷനിൽ പെടും. അപ്പം കമ്പോസിഷൻ എന്ന് പറയുന്നത് അറേഞ്ചിങ് ഓഫ് എലമെന്റ്സ് ടു കൊഹസീവ് മീനിങ് ഹോൾ സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ കമ്പോസിഷൻ തന്നെ എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം ആൻഡ് ഫോക്കസ്ഡ് ഓൺ മെയിൻ ഐഡിയ. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യത്തിലായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവില്ലേ കമ്പോസിഷൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ലോജിക്കൽ ആയിരിക്കണം. ലോജിക്കൽ ഡാറ്റ ഐഡിയാസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്, കമ്പോസിഷനിൽ ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പോസിഷൻ എന്തായിരിക്കും? എഫക്റ്റീവ് ആണ്, മീനിങ് ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകളാണ് ഏതിലുണ്ടാവില്ലേ കമ്പോസിഷനിൽ ഉണ്ടാവില്ലേ. അപ്പോൾ കമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ചിങ് എലമെന്റ്സ് ടു ക്രിയേറ്റ് മീനിങ് ഫുൾ ഡാറ്റാസിനെയാണ് എന്തെന്ന് പറയുന്നത് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ കമ്പോസിഷനിലും നമ്മൾ റൈറ്റിംഗ് പാരഗ്രാഫ് പഠിച്ചതുപോലെ തന്നെ എന്ത് വേണം? ഇതിലും ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മോഡൽ കമ്പോസിഷൻ ഫോർ സ്റ്റഡീസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? റിക്വയർഡ് ഓർഗനൈസ് തിങ്കിങ് ആൻഡ് റൈറ്റിംഗ്. ഈ കമ്പോസിഷനിൽ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓർഗനൈസ്ഡ് ആയിരിക്കണം. അത് ഓർഗനൈസ്ഡ് തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. ഇൻട്രൊഡക്ഷൻ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതും എങ്ങനെയുള്ളതായിരിക്കണം? ഷേപ്പ് ഓർ ഡിസൈൻ. ഷേപ്പ് ഓർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റീവ് മനസ്സിലായില്ലേ? ഷേപ്പ് ഓർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാറ്റർ എടുക്കുന്നുണ്ട് എങ്കിൽ അതിൽ നമുക്ക് എന്തായിരിക്കണം? ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. അത് ഇന്ന രീതിയിൽ പോകണം. ഒരു വികൃതമായ ഒരു ഇതല്ല വേണ്ടത്, ഏതിൽ സെൻറ്റൻസിലല്ല വേണ്ടത്. അപ്പോൾ എന്തായിരിക്കണം? ഷേപ്പ് ആയിരിക്കണം, ഡിസൈനബിൾ ആയിരിക്കണം. ഏതിൽ? ഇൻട്രൊഡക്ഷനിൽ. നമ്മളിപ്പോൾ എന്തെങ്കിലും എസ്സേയിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയും അല്ലേ, താഴെ വരുന്ന അതിൻ്റെ ഫോളോയിങ് സെൻറ്റൻസ് എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിച്ചാൽ കിട്ടണം അല്ലേ. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡൽ കമ്പോസിഷൻ ഫോർ സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ന് പറയുന്നത് റൈറ്റിംഗ് കോമ്പോസിഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ റൈറ്റിംഗ് കോമ്പോസിഷനിൽ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്പാരിസൺ കോമ്പോസിഷൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് കോമ്പോസിഷനിൽ 4 എണ്ണമാണ് ഉള്ളത്. ഒന്ന് എക്സ്പോസിറ്റിംഗ്, ആർഗ്യുമെൻറ്റേറ്റീവ്, നറേറ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്? ഈ ടൈപ്സ് ഓഫ് കമ്പോസിഷനിലുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോസിറ്റിംഗ് ആണ്. എക്സ്പോസിറ്ററി എന്ന് പറയുന്നത് എക്സ്പോസിറ്ററി കമ്പോസിഷൻ എന്ന് പറയുന്നത് ടു എക്സ്പ്ലെയിൻ സംതിങ് ടു മേക്ക് എ ക്ലിയർ. ടു എക്സ്പ്ലെയിൻ സംതിങ് മേക്ക് ഇറ്റ് ക്ലിയർ. ഒരു കാര്യം നമ്മൾ അതിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? വ്യക്തമായ കാര്യമായിരിക്കണം. ഏതിലൊക്കെ ചെയ്യുന്നത്? എക്സ്പോസിറ്റിംഗ് കമ്പോസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സമകാലികമായിട്ടുള്ള നമ്മളെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, എക്കണോമിക് ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ ചെയ്യാം? ഈ എക്സ്പോസിറ്റിംഗ് കമ്പാരിസണിൽ നമ്മൾ ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് ലോജിക്കാണ്. ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവ് റീസൺ ടു സപ്പോർട്ട്. ഈ കമ്പോസിഷനിൽ സപ്പോർട്ടീവായിട്ടുള്ള കാര്യമാണ് ഏതിലുള്ളത്? ആർഗ്യുമെൻറ്റേറ്റീവിലുള്ളത്. ഇറ്റ്സ് എ ലോജിക്കാണ്. ഇത് ലോജിക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷനിൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡിസ്പ്രൂവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇതിലുള്ളത്? ആർഗ്യുമെൻറ്റേറ്റീവ് ഇതിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാ? നറേറ്റീവ്. നറേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുക്കുന്നു അല്ലേ, ഏതെങ്കിലും ഒരു എത്രയോ നോവലുകളുണ്ട്, ഷോർട്ട് സ്റ്റോറീസുകളുണ്ട് ഇല്ലേ. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ മെയിൻ ഹെഡ് ബുക്കിൻ്റെ പേജിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് നറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ആ ബുക്കിൻ്റെ ഈ ഫുൾ ഉള്ളടക്കവും നമുക്ക് ആ നറേറ്ററിൽ കാണും. നറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? കവി അല്ലേ. അപ്പോൾ അതിൽ എന്ത് കാണാം? അതാണ് ഏത് നറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യുന്നതാണ്.
ഇമാജിൻ നമ്മളിപ്പം ഒരു വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്തുണ്ടാക്കുന്നതാണ് ഇത് നരേറ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ഉദാഹരണമാണ് ഷോർട്ട് സ്റ്റോറീസ്. റൈറ്റേഴ്സ് നമ്മൾ എവിടെ വേണമെങ്കിലും കൊണ്ടെത്തിക്കും അല്ലേ. അപ്പം നമുക്ക് ഒരു സ്വർഗ്ഗലോകത്തിൽ പോകണമെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ ഏതിലെത്തും? ഒരു കവിക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഇതാണ് ഏത് നറേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, കമ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റിലത്തെ കാര്യങ്ങൾ, നമ്മൾ അറ്റ് പ്രസൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പിക്ചറുകൾ, അതിൻ്റെ ഒബ്ജക്റ്റുകൾ ഒക്കെ നമുക്ക് ഏതിൽ ചെയ്യാൻ വേണം? ഡിസ്ക്രിപ്റ്റീവിൽ ഉണ്ടാവണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കമ്പോസിഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കമ്പോസിഷൻ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ഡിസൈഡ് ഓൺ എ ടോപ്പിക്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ഒരു മെയിൻ ടോപ്പിക്ക് നമ്മൾ എടുത്തിരിക്കണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിമിറ്റ്സ് ഉണ്ട്. ഇതിന് നമുക്ക് എന്താ ലിമിറ്റ് യുവർ ടോപ്പിക്. നമ്മളിപ്പോൾ എടുത്ത ഒരു ടോപ്പിക്കിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലിമിറ്റേഷൻസ് കൊടുക്കണം. അല്ലാണ്ട് അതിൻ്റെ ബൗണ്ടറീസ് ഭേദിച്ചുകൊണ്ടുള്ള ഒരു കമ്പോസിഷൻ ആവാൻ പാടില്ല. നെക്സ്റ്റ് ഓർഡേർഡ് ഡാറ്റ. നമുക്ക് കിട്ടുന്ന, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മീനിങ് ഫുള്ളുള്ള ആയുള്ള ഐഡിയകൾ അതെന്ത് വ്യക്തമായിട്ട് ഓർഡേർഡ് ഡാറ്റകളായിട്ട് മാറിയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഔട്ട്ലൈൻ നമുക്ക് നമ്മളെ കമ്പോസിഷനിൽ കൊടുക്കാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ അതാണ് ഇതിൽ റൈറ്റിംഗ് കമ്പോസിഷനിൽ വരുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ഇതാക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ ബിഗിനിങ്. ഇപ്പോൾ എസ്സേയിൽ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം തന്നെ ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് ഏത് മാറ്ററിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതാക്കേണ്ട കാര്യമാണ് കമ്പോസിഷനിൽ ഏത് ബിഗിനിങ്. പിന്നെ അതിൻ്റെ ബോഡി സ്ട്രക്ചർ, അത് ഓരോരോ 1 by 1 ആയി വരുന്ന ഓർഡേർഡ് ആയിട്ട് വരുന്നുണ്ടോ, മെത്തേഡബിൾ ആയിട്ട് വരുന്നുണ്ടോ, ലോജിക് ആയിട്ടുള്ളതാണോ, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതാണോ, ഇതൊക്കെ ഉള്ളതാണോ എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡിങ്. അതിന് വ്യക്തമായ ഒരു അവസാനം ഉണ്ടായിരിക്കണം. അതായത് പാതി വഴിയിൽ വെച്ചിട്ട് അത് പോകാൻ പാടില്ല. അത് നമ്മളിപ്പോൾ കമ്പോസിഷൻ എഴുതുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ എൻഡിങ്ങും ഉണ്ടായിരിക്കണം. അതായത് കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം കമ്പോസിഷനിൽ. അപ്പോൾ ഇത് റൈറ്റിംഗ് കോമ്പോസിഷൻ ആണ്. റൈറ്റിംഗ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അറേഞ്ചിങ് ടു ക്രിയേറ്റ് കോഹസീവ് മീനിങ് ഹോൾ ബോഡീസിനെയാണ് കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് വേണം കമ്പോസിഷന്, ഇൻട്രൊഡക്ഷൻ വേണം, മോഡൽ കമ്പോസിഷൻ ഓഫ് സ്റ്റഡീസിന്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് കമ്പോസിഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോസിറ്റിംഗ് ആണ്. എക്സ്പോസിറ്റിംഗ് കമ്പോസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ ടു സംതിങ്. എന്താണ്? എക്സ്പ്ലെയിൻ ടു സംതിങ് ആണ്. ആർഗ്യുമെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടു ഗിവ് റീസൺ ടു സപ്പോർട്ട്. ഇതിലെന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? റീസൺ, നമ്മൾ വ്യക്തമായ റീസൺ സപ്പോർട്ടീവിൽ ഉണ്ടായിരിക്കണം. പിന്നെ നറേറ്റീവ്, അതായത് ഡിസ്ക്രിപ്ഷൻ ആണ് നറേറ്റീവിൽ വരുന്നത്. ഡിസ്ക്രിപ്ഷൻ നറേറ്റീവും ഇത് രണ്ടിലും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇമാജിൻ ചെയ്യുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലാസ്റ്റ് പ്രസൻറ്റിലത്തെ കാര്യങ്ങളും കൂടി ഇതിൽ വേണം, ഈ ഡിസ്ക്രിപ്റ്റീവിൽ വേണം. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് കമ്പോസിഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് അതിൻ്റെ നമ്മളിപ്പോൾ ഒരു കമ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിഫോർ എങ്ങനെയുള്ളതായിരിക്കും കൂടെ വേണം. അത് നമ്മളിപ്പോൾ ഒരു മെയിൻ ടോപ്പിക് ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. പിന്നെ അതിന് ലിമിറ്റ്സ് ഉണ്ട്, അതിന് ഓർഡേർഡുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കണം, കൺസ്ട്രക്റ്റീവ് ഔട്ട്ലൈനും ഉണ്ടായിരിക്കണം കമ്പോസിഷന്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഈ കമ്പോസിഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ബിഗിനിങ്, ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ലാസ്റ്റ് അതിന് എൻഡിങ്ങും ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.